വോട്ടർ പട്ടിക വിവാദം കത്തിപ്പടർന്നതോടെ തൃശൂരിലെ ബി.ജെ.പി. വിജയത്തെക്കുറിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായി. വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തിനും യു.ഡി.എഫിനും സുരേഷ് ഗോപിയുടെ ജയം അംഗീകരിക്കാനാവുന്നില്ലെന്ന് ബി.ജെ.പി. തിരിച്ചടിച്ചു. വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പല സംഭവങ്ങളും തൃശൂർ പാർലമെന്റ് ഇലക്ഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇവിടെ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാടുകൾ ദുരൂഹമായ നിലപാടുകളായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെ പിന്തുണച്ച് മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി.എസ്. സുനിൽകുമാർ രംഗത്തെത്തിയതോടെ ബി.ജെ.പിയുടെ തൃശൂരിലെ വിജയം വീണ്ടും തർക്ക വിഷയമാവുകയാണ്. സുനിൽകുമാറിന്റെ വാദങ്ങളെ പിന്തുണച്ച് ഡി.സി.സി. പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. നിയോജക മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ ഒഴിഞ്ഞ ഫ്ളാറ്റുകളിൽ കയറ്റിയിരിക്കണു. അതിനുള്ള വ്യക്തമായ തെളിവുകൾ അടക്കമാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. പക്ഷെ അന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എടുത്തൊരു നിലപാട് അത് നമുക്ക് വലിയ ദോഷകരമായി ഭവിച്ചു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തണമെന്ന് CPM ആവശ്യപ്പെട്ടു. അത് നമ്മൾ തന്നെ ഞങ്ങളും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പല സന്ദർഭത്തിലും വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. രാജ്യവ്യാപകമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത്. എന്നാൽ ആരോപണങ്ങളെ തള്ളുകയാണ് ബി.ജെ.പി. വി.എസ്. സുനിൽകുമാറിന് മാനസിക രോഗമാണെന്നും പരാജയത്തെ പരാജയമായി കാണാൻ കഴിയുന്നില്ലെന്നും ബി.ജെ.പി. ആരോപിച്ചു. പരാജയത്തെ പരാജയമായി കാണുവാൻ സാധിക്കാത്തത് രോഗമാണ്. സുനിൽകുമാറിനെയും UDFനെയും ബാധിച്ചിരിക്കുന്ന രോഗം അതാണ്. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടികയിൽ കൂടുതൽ പരിശോധനകൾക്ക് തയ്യാറെടുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. മീഡിയ 1 തൃശൂർ.